ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു അഡക് യൂണിഫോഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ നിങ്ങൾ തംബ്നെയിൽ കണ്ടു കാണും. അതായത് നമുക്കിപ്പോൾ ഒരു ഫുൾ ടൈം ജോലിയുള്ളവർക്ക് എങ്ങനെ ബാങ്കിങ് എക്സാം പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഒരു ഫുൾ ടൈം ജോലിയുള്ളവർക്ക്, അപ്പോൾ എല്ലാവർക്കും ഒരു ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് കയറുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ സാഹചര്യവശാലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്രൈവറ്റ് ജോലികളിലേക്ക് പോകും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രൈവറ്റ് ജോലികളിൽ ഇരിക്കുന്നവർ, അല്ലെങ്കിൽ ഇതുപോലെ IT ഫീൽഡിലൊക്കെ ഇരിക്കുന്നവർക്ക് എങ്ങനെ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് പരീക്ഷകളായ നമ്മുടെ ബാങ്ക് എക്സാം ആയിരുന്നാലും SSC ആയിരുന്നാലും അപ്പം അതിലേക്ക് എങ്ങനെ ഒരു സ്മാർട്ട് പ്രിപ്പറേഷൻ നടത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഇത് കാണുക, കണ്ടിട്ട് അതേ രീതിക്ക് തന്നെ നിങ്ങളത് പഠിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഏത് പോസ്റ്റിലേക്കാണ് അല്ലെങ്കിൽ ഏത് ജോലിയാണ് നമ്മൾ കുഞ്ഞിലെ തൊട്ടേ ചിലപ്പോൾ ആഗ്രഹം കാണും, ഇന്ന ഒരു പോസ്റ്റിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ കാണും. അപ്പം നമ്മളിപ്പോൾ ബാങ്കിൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ ബാങ്കിലെ ഓഫീസർ, നമുക്ക് പ്രൊബേഷണറി ഓഫീസർ ഉണ്ട്, അതുപോലെ ക്ലർക്ക് ഉണ്ട്, അതുപോലെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആണ് നിങ്ങളുടെ ഗോൾ എങ്കിൽ നിങ്ങൾ അപ്കമിങ് എക്സാമിനെ പറ്റിയിട്ട് ഒരു ഫുൾ നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. ഏത് ടൈമിലാണ് നമുക്ക് എക്സാം വരുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ ഒരു കുറച്ച് നല്ലപോലുള്ള രീതിയിലുള്ള അവയർനെസ് നമുക്ക് ആദ്യം ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് അണ്ടർസ്റ്റാൻഡ് ദ എക്സാമിനെ പറ്റി നല്ല പോലെ മനസ്സിലാക്കുക. ഇപ്പോൾ ബാങ്ക് എക്സാംസിൻ്റെ കാര്യമാണ് ഞാനിതിൽ പറയുന്നത്. ഇപ്പോൾ ബാങ്ക് എക്സാം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു PO, ക്ലർക്ക് ആൻഡ് നെക്സ്റ്റ് SO. ഈ 3 പോസ്റ്റുകളിലേക്കാണ് നമുക്ക് ജനറൽ കാൻഡിഡേറ്റ്സിന്, അതായത് ജനറലി ഉള്ള കാൻഡിഡേറ്റ്സിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൽ ഇപ്പോൾ PO ആണെങ്കിൽ ഓഫീസർ പോസ്റ്റാണ്, ക്ലർക്ക് നമ്മുടെ അസിസ്റ്റന്റ് പോസ്റ്റാണ്, സ്പെഷ്യലിസ്റ്റ് ഓഫീസറും നമുക്ക് ഓഫീസർ പോസ്റ്റിലേക്ക് വരുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെയാണ് എക്സാമിന് വേണ്ടിയിട്ടുള്ളത്, എങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ പോകുന്നത്, അപ്പോൾ എന്തൊക്കെ സിലബസുകളാണ് അതിലുള്ളത്, അപ്പോൾ അതെല്ലാം ചേർത്തിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ എക്സാമിനെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇപ്പോൾ ബാങ്ക് എക്സാം ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇയർലി വരുന്ന എക്സാംസ് എന്ന് പറയുന്ന IBPS കണ്ടക്ട് ചെയ്യുന്ന എക്സാംസും ഉണ്ട്, അതുപോലെ SBI കണ്ടക്ട് ചെയ്യുന്ന എക്സാംസും ഉണ്ട്. IBPS ആണെങ്കിൽ നമുക്ക് RRB PO ക്ലർക്ക് വരും, അതുപോലെ IBPS ക്ലർക്ക് ആൻഡ് PO വരും. പിന്നെ SBIയുടേതാണെങ്കിൽ SBI PO ക്ലർക്ക് SO, അങ്ങനെയുള്ള പോസ്റ്റുകളാണ് നമുക്ക് വരിക. അപ്പോൾ അതിൽ IBPS എന്ന് പറയുമ്പോഴേക്കും ഇനി നമുക്ക് വരാൻ പോകുന്ന ഈ ജൂൺ മാസത്തിൽ, അതായത് നാളെ തൊട്ട് ഈ ഒരു 1 വീക്കിനുള്ളിൽ വെച്ചിട്ട് നമുക്ക് IBPS RRBയുടെ നോട്ടിഫിക്കേഷൻ വരും. അതിൻ്റെ എക്സാംസ് കാര്യങ്ങളും ഓഗസ്റ്റിലാണ് നമുക്ക് എക്സാം കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ജൂൺ ജൂലൈ ഈ 2 മാസം കൊണ്ട് ഈ പറയുന്ന ഒരു ഫുൾ ടൈം ജോബ് ഉള്ളവർക്ക് എങ്ങനെ ക്ലാസ്സസ്, അതായത് ഒരു കറക്റ്റായിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ കണ്ട് നിങ്ങൾ എങ്ങനെ അത് പ്രിപ്പറേഷൻ കൊണ്ടുപോകാം എന്നുള്ളതാണ് ഞാനൊരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എന്തായാലും ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സ്റ്റെപ്പ് എന്താണ്, നമ്മുടെ എക്സാമിനെ പറ്റി കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ PO എക്സാം ആയിരുന്നാലും ക്ലർക്ക് എക്സാം ആയിരുന്നാലും നമുക്ക് 2 ടയർ ആണ് വരുന്നത്. അതായത് പ്രിലിംസ് എക്സാം ഉണ്ട്, മെയിൻസ് എക്സാം ഉണ്ട്. PO ഓഫീസർ പോസ്റ്റ് അല്ലെങ്കിൽ PO പോസ്റ്റ് അല്ലെങ്കിൽ SO പോസ്റ്റുകൾക്ക് ആകുമ്പോഴത്തേക്കും ഇന്റർവ്യൂ ഉണ്ടാവും. ഇനി SBIയുടെ ഓഫീസർ പോസ്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് GD കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഉണ്ടാവും. ക്ലർക്കാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വരുന്നത് നമുക്ക് പ്രിലിംസ്, മെയിൻസ്, പിന്നെ DV. മെയിൻസിൽ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കൂടെ കഴിഞ്ഞ് മെഡിക്കലുള്ള പോസ്റ്റുകൾക്ക് മെഡിക്കലും കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോസ്റ്റിലേക്ക്, അതായത് ആ ജോലിയിലേക്ക് പ്രവേശിക്കാം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ആദ്യം എന്തറിഞ്ഞിരിക്കുക, നമ്മുടെ എക്സാമിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, വാട്ട്സ് നെക്സ്റ്റ്. അപ്പം അടുത്തത് എന്താണ്, നമ്മളിപ്പോൾ എക്സാമിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞു. ഇനി നമുക്ക്, അതായത് അണ്ടർസ്റ്റാൻഡ് ചെയ്തു, ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ സിലബസ് അറിഞ്ഞിരിക്കണം, പാറ്റേൺ അറിഞ്ഞിരിക്കണം, സെൽഫ് അനാലിസിസ് അറിഞ്ഞിരിക്കണം, സെൽഫ് അനലൈസ്ഡ് ആയിരിക്കണം. അതായത് നമുക്കറിയാം മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് ബാങ്ക് എക്സാം. അപ്പം അതിൽ മാത്സ് എനിക്ക് ഓക്കെ ആണോ, റീസണിങ് എനിക്ക് ഓക്കെ ആണോ, അതുപോലെ GA എന്നെ കൊണ്ട് പറ്റുന്നുണ്ടോ എന്നുള്ളൊരു കാര്യത്തിലൊരു സെൽഫ് അനാലിസിസ് നമുക്ക് ഉണ്ടായിരിക്കാം. പിന്നെ സിലബസ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം,
പാറ്റേണും കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. എന്നിട്ട് നമുക്ക് ഏതൊക്കെയാണ് അറിയാവുന്നത്, നമ്മളെ വീക്ക് പോർഷൻസ് ഏതാണ്, നമ്മുടെ സ്ട്രോങ് പോർഷൻസ് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ നോക്കുക. ചിലർക്ക് ചിലപ്പം മാത്സ് വീക്ക് ആയിരിക്കാം, ചിലർക്ക് ഇംഗ്ലീഷ് സ്ട്രോങ് ആയിരിക്കും, ചിലർക്ക് മാത്സ് സ്ട്രോങ് ആയിരിക്കും പക്ഷെ ഇംഗ്ലീഷ് വീക്ക് ആവാം, ജനറൽ അവയർനെസ് ചിലർക്ക് കറണ്ട് അഫെയർ വളരെ ബുദ്ധിമുട്ടാവും. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മളൊന്ന് സെൽഫിലി നമ്മൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് എന്തൊക്കെയാണ് സ്ട്രോങ് വീക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യാം, അറിഞ്ഞു വെച്ചേക്കുക. പിന്നെ നമ്മൾ പ്രൊഫഷണൽസ് ആണ്, നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പഠിക്കുന്ന ടൈം അല്ലെ, ആ പഠിക്കേണ്ട ടൈമിൽ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഫുൾ ടൈം ജോബ് ഉള്ളവരുണ്ടാവാം, വർക്ക് ഫ്രം ഹോം എടുത്ത് ജോലി ചെയ്യുന്നവരുണ്ടാവാം അല്ലെ. അപ്പോൾ അവർക്കൊക്കെ എന്താണ്, എങ്ങനെ പഠിക്കും, ഏത് ടൈമിലാണ് എനിക്ക് പഠിക്കേണ്ടത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ എന്താണ് ഒരുപാട് കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെ. അപ്പോൾ എങ്ങനെയാണ് നെക്സ്റ്റ്, ഹൗ ഡു യു ഡു ഇറ്റ്, നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ സബ്ജക്റ്റുകളുമായിട്ട് നിങ്ങൾ ഒരുപാട് ടച്ച് വിട്ടിട്ടുണ്ടാവും. അതായത് മാത്സുമായിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ IT പ്രൊഫഷണൽസ് ആണെന്നുണ്ടെങ്കിൽ മാത്സുമായിട്ട് നമുക്ക് വലിയ ബന്ധം ഒന്നും വരുന്നില്ലല്ലോ. ആ +2 പഠിച്ചത് അല്ലെങ്കിൽ ആ ഡിഗ്രി ലെവലിൽ പഠിച്ച ആ ഒരൊറ്റ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അത് കഴിഞ്ഞ് പിന്നെ മാത്സുമായിട്ട് ഒരു ടച്ചും കാണില്ല. ഇംഗ്ലീഷ് നമ്മൾ സ്പീക്ക് ചെയ്യുന്നത് അല്ലാണ്ട് പിന്നെ ഇംഗ്ലീഷിൽ നമുക്കിപ്പോൾ വരുമ്പം എന്താണ് ഗ്രാമർ വൈസ് ഒക്കെ വരുന്ന ഒരു ടച്ച് ഉണ്ടാവിരിക്കില്ല. ന്യൂസ് പേപ്പർ വായിക്കുന്നത് കുറവായിരിക്കാം. അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ നമുക്ക് എന്താണ് മിസ്സാവുക അല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റഡീസിൽ നിന്ന് നമുക്ക് എന്താണ് ടച്ച് വിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിലാണ് ഞാൻ പറഞ്ഞത് നേരത്തെ സെൽഫ് അനലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഒന്ന് ജസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ആ പാറ്റേൺ, അതാണ് പാറ്റേൺ സിലബസ് ഒക്കെ കറക്റ്റായിട്ട് അറിയാൻ പറഞ്ഞത്. പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് നമുക്കത് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ഇപ്പം ഹൗ ഡു യു ഡു ഇറ്റിൽ ഫസ്റ്റ് വരുന്നത് നമുക്ക് മോക്ക് ടെസ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോക്ക് ടെസ്റ്റുകൾ നിങ്ങളെ സഹായിക്കും. അതുപോലെ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴോ ഡെയിലി ക്വിസ് ചെയ്യുമ്പോഴോ നമ്മുടെ പെർഫോമൻസിൽ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യണം. ഈ 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സെറ്റിംഗ് യുവർ ഗോൾ. നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഓഫീസർ, ബാങ്കിലേക്കുള്ള PO അല്ലെങ്കിൽ ക്ലർക്ക്, ആ പോസ്റ്റാണ് നമ്മുടെ ഗോൾ. അതിന് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. അതായത് നമ്മളെ മൈൻഡ് കറക്റ്റായിട്ട് എന്താ പറയുക, ആ ഒരു ജോലിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. അതായത് നമ്മൾ ആ എക്സാംസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ അറിയുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അറിയുക. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഇനഫായിട്ടുള്ള ഇൻഫർമേഷൻസ് വേണ്ട, ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ വേണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ റെഗുലർ ബേസിസിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ അതിലൊന്ന് പറയുകയാണെങ്കിൽ ന്യൂസ് പേപ്പർ റീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂസ് പേപ്പർ ഇപ്പോൾ നമുക്ക് ഹിന്ദുവോ അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്സോ അങ്ങനെ ഏത് ന്യൂസ് പേപ്പർ വേണമെങ്കിലും നമുക്കത് കറക്റ്റായിട്ട് റീഡ് ചെയ്യാം. പിന്നെ കുറേ നാളത്തെ ടച്ച് വിട്ട് കിടക്കുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു 2-3 മണിക്കൂറൊക്കെ എടുക്കേണ്ടി വരും ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നിങ്ങളത് ചിലപ്പോൾ 1-2 ദിവസം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. പക്ഷെ അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ പേപ്പർ അല്ലെങ്കിൽ ഇപ്പോൾ ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ചാനൽസോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഷോസോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം. അത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡേ ടു ഡേ ഒരു റെഗുലർ ബേസിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ന്യൂസ് പേപ്പർ കറക്റ്റായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് വായിച്ചു വരിക. ഓക്കെ, പിന്നെ ഒരു ദിവസം പോലും നിങ്ങൾ പഠിക്കാണ്ടിരിക്കരുത്. ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യരുത്. ഇന്ന് വേണ്ട, നാളെ പഠിക്കാം, ആ ഒരു പരിപാടിയേ വേണ്ട. കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഡേ ടു ഡേ എന്തൊക്കെയാണോ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ ഗോളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന് കറക്റ്റായിട്ട് നമ്മൾ പോവാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവണ്ടേ. ആ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങളത് സെറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു IT പ്രൊഫഷണൽസിന് പല പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലഞ്ച് ബ്രേക്കിന് ടൈം ഉണ്ടാവാം. അതുപോലെ എന്താണ് രാവിലെ നിങ്ങൾക്ക് കയറുന്നതിന് മുന്നേ ചിലപ്പോൾ 1 hour അല്ലെങ്കിൽ ½ an hour കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ഒരു 2 hours അല്ലെങ്കിൽ ഒരു 1.5 hours ഇങ്ങനെയുള്ള രീതിയിൽ ഇന്ന സമയത്ത് ഇന്നത് ചെയ്യാം, ഇന്ന സമയത്ത് ഇന്നത് ചെയ്യാം എന്നുള്ളത്, അതുപോലെ ബേസിസ് ക്ലിയർ ചെയ്യാൻ ഇന്നത് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സ്റ്റഡി പ്ലാനിൽ കൃത്യമായിട്ടും വെച്ചിട്ട് വേണം. അതായത് അതൊന്ന് സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നമ്മൾ ബാക്കിയുള്ള കാര്യം, അതായത് നമ്മുടെ പഠിത്തം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു ദിവസം പോലും നമ്മൾ മിസ് ഔട്ട് ആവാണ്ടത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഗോള് സെറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഹൗ ടു പ്രിപ്പയർ ആണ്.
നെക്സ്റ്റ് വരുന്നത് ഹൗ ടു പ്രിപ്പയർ ആണ്. ഇനി എങ്ങനെ നമുക്കത് പ്രിപ്പറേഷൻസ് കൊണ്ടുപോവാം. ഡെയിലി 2 മണിക്കൂർ, അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കാൻ വേണ്ടി എടുത്തിരിക്കണം. അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും നമ്മൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ആ ഒരു പ്രോപ്പർ ടൈം ടേബിൾ കീപ്പ് ചെയ്ത് പോവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റഡി പ്ലാൻ കീപ്പ് ചെയ്ത് പോവുക. അതിലൊരു ഹാഫ് ആൻ അവറാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ആ ഹാഫ് ആൻ അവർ നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീക്കർ ഏരിയാസിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം, ബേസിക് കോൺസെപ്റ്റുകൾ വേണം അല്ലേ. അപ്പോൾ ആദ്യം വീക്കർ ഏരിയാസ് സ്ട്രെങ്തൻ ചെയ്യാൻ നമുക്ക് കംപ്ലീറ്റ് നമ്മുടെ ബേസിക് കോൺസെപ്റ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ബേസിക് കോൺസെപ്റ്റ്സ്, എല്ലാത്തിൻ്റെയും ബേസിക് കോൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്യുക. ഒരു 3 വീക്സ് എടുത്തോ അല്ലെങ്കിൽ 2 വീക്സ് എടുത്തോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ബേസിക് കോൺസെപ്റ്റുകൾ കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യുക. എന്നിട്ട് ഈ ഡെയിലി ക്വിസസ് നമ്മൾ മിസ് ചെയ്യാണ്ട് നമ്മൾ അത് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഇന്ന് സീറ്റിംഗ് അറേഞ്ച്മെന്റ് പഠിച്ചു എങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യണം, ഡെയിലി ക്വിസ്, അതിന് കിട്ടുന്ന ഡെയിലി ക്വിസ് ചെയ്യുക. അപ്പൊ നമ്മുടെ ആപ്പിനകത്ത് ഈ പറയുന്ന ഡെയിലി ക്വിസും അതുപോലെ എന്താണ് ബേസിക് കോൺസെപ്റ്റുകൾ അടങ്ങിയിട്ടുള്ള വീഡിയോസ്, അതുപോലെ മോക്ക് ടെസ്റ്റുകൾ, ഡെയിലി കറണ്ട് അഫയേഴ്സ്, ഇതെല്ലാം നമുക്ക് നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഡെയിലി ക്വിസ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. ഇനി ബിഗിനിങ്ങിൽ തന്നെ നിങ്ങൾ ഒരിക്കലും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ കഴിഞ്ഞു, ഡെയിലി ക്വിസസ് സ്റ്റാർട്ട് ചെയ്തു കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു മോക്കെങ്കിലും ഒരു ദിവസം ചെയ്യുന്ന രീതിയിൽ. ഇപ്പൊ 2 ദിവസം കൂടിയിട്ട് ഒരു മോക്ക് ചെയ്താലും പ്രശ്നമില്ല. പക്ഷെ എക്സാം എടുക്കാറാവുമ്പോൾ നിങ്ങൾ ഡെയിലി 1 മോക്ക് ചെയ്യുന്ന രീതിയിൽ, മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഒരു സ്റ്റഡി അത് കറക്റ്റായിട്ട് തന്നെ കൊണ്ടുപോവുക. നെക്സ്റ്റ് വരുമ്പോഴേക്കും വീക്കെൻഡ് പ്രിപ്പറേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമുക്ക് ശനിയും ഞായറും ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ വീക്കെൻഡ് പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ആ ഒരു വീക്കെൻഡ് പ്രിപ്പറേഷനിൽ നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന്, അതായത് ഇപ്പോൾ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കല്യാണ പരിപാടി ഉണ്ടെങ്കിലോ അതൊക്കെ ഒന്ന് കുറച്ച് നാളത്തേക്കൊന്ന് ഒഴിവാക്കിയതിന് ശേഷം വീക്കെൻഡ് പ്രിപ്പറേഷനിൽ ഒരു 6 to 8 hours നമ്മൾ നമ്മുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക. ഓക്കെ, അതിൽ ആ സമയത്ത് ആ 6 to 8 നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, അത് യൂട്ടിലൈസ്, ആ ടൈം കറക്റ്റായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്ത് കറക്റ്റായിട്ട് അത് ഫ്രെയിം ചെയ്ത് തന്നെ പോവുക. ഓക്കെ, അതാണ് വീക്കെൻഡ് പ്രിപ്പറേഷനിൽ വരിക. പിന്നെ ഡെയിലി കറണ്ട് അഫെയർ നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വായിച്ചിട്ട് കറണ്ട് അഫെയർ നോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് വൈസ് നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫെയർസ് അഡാപീഡിയ യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് നോക്കി പഠിച്ച് ചെയ്തു പോയാലും മതിയാവും കേട്ടോ. അപ്പോൾ അത് അത്രയും തന്നെയാണ് നമ്മുടെ പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ആഴ്ചയിൽ 3-4 വട്ടം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത്, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ പ്രിപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക നമ്മളെ എന്താണ്, റിവിഷനാണ്. അപ്പോൾ റിവിഷൻ ചെയ്ത് പോവാം. അപ്പോൾ ബേസിക് കോൺസെപ്റ്റ് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മുടെ എക്സാമിനെ പറ്റി അറിഞ്ഞിരിക്കുക, സിലബസ് അറിയുക, പാറ്റേൺ അറിയുക, വീക്കർ ഏരിയാസ് ഏതാന്നൊക്കെ അറിയുക, പിന്നെ ബേസിക് കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക, അറ്റ്ലീസ്റ്റ് 2 മണിക്കൂർ പഠിക്കുക, പിന്നെ വീക്കർ ഏരിയാസ് കറക്റ്റായിട്ട് തന്നെ സ്ട്രെങ്തൻ ആക്കി പോകാൻ വേണ്ടി നോക്കുക, ഡെയിലി പഠിക്കുന്ന കാര്യങ്ങൾ ക്വിസായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം എക്സാം അടുക്കാറാകുമ്പോൾ ഡെയിലി നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് വീതം വെച്ചിട്ട് ഓരോ ദിവസം തന്നെ ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ വീക്കെൻഡിൽ വരുന്ന പ്രിപ്പറേഷൻസ് സ്ട്രോങ് ആക്കുക. ഡെയിലി കറണ്ട് അഫെയർ കറക്റ്റായിട്ട് തന്നെ നോക്കി പോവുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ഫ്രെയിം ചെയ്തൊരു സ്റ്റഡി പ്ലാൻ പോലെ ഒക്കെ സെറ്റ് ചെയ്ത്, ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോളിലേക്ക് എത്താൻ വളരെ ഈസിയാണ്. അത് കറക്റ്റായിട്ട് തന്നെ നിങ്ങളത് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യുന്നതിന് ഇപ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഇപ്പോൾ ഓരോരുത്തർ ഓഫ്ലൈൻ പോയി പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അഡ 24/7 നമ്മൾ ബാങ്ക് ഫൗണ്ടേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടാണ് എല്ലാവർക്കും ആവശ്യം. എക്സ്റ്റേണൽ സപ്പോർട്ട് എന്ന് പറയുമ്പം ഒന്നുകിൽ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയി പഠിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഓൺലൈൻ കിട്ടുന്ന ക്ലാസ്സസ് കിട്ടുന്നത് അത് അറ്റൻഡ് ചെയ്ത് പഠിക്കാം. അപ്പം ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫുൾ പ്രിപ്പറേഷൻസ് ഓക്കെ ആയിട്ട് കറക്റ്റായിട്ട് വരും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ബാങ്ക് ഫൗണ്ടേഷൻ ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്നാണ് നിങ്ങളത് പർച്ചേസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് 17% ഓഫ് വിത്ത് ഡബിൾ വാലിഡിറ്റി ഓഫറാണ് കിട്ടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് എന്താണ് നമുക്ക് ആ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക, നമ്മുടെ അഡ 24/7 മലയാളം ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക. അതിൽ ഏത് ലിങ്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ഞാൻ ആദ്യത്തെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ
മെഗാ പാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഈ പറയുന്ന നിങ്ങൾ ഏതൊക്കെ ഇപ്പോൾ SSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവാം, പ്രൊഫഷണൽസ് ഉണ്ടാവാം, അതുപോലെ ബാങ്ക് എക്സാംസ് PSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന എല്ലാ കോഴ്സസും ഈ മെഗാ പാക്കിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഇനിയല്ല നിങ്ങൾ ബാങ്കിന് മാത്രമാണ് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിന് മാത്രമായിട്ടും ഇതിനകത്ത് കോഴ്സ് അവൈലബിൾ ആണ്. ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബാങ്ക് ഫൗണ്ടേഷൻ കോഴ്സ് ജൂൺ 4-ാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാങ്ക് ഫൗണ്ടേഷൻ കോഴ്സ് ജൂൺ 4-ാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ വാലിഡിറ്റി ഉള്ള കോഴ്സാണ് കേട്ടോ. ഇതിൽ നമുക്ക് ടോട്ടൽ ടൈമിങ്ങും കാര്യങ്ങളും പറയുന്നുണ്ട്. 1 to 2, 3 to 4 നമുക്ക് ടൈമിങ്ങും കാര്യങ്ങളും പറയുന്നുണ്ട്. ടോട്ടൽ 120 അവേഴ്സിന്റെ ഓൺലൈൻ ലൈവ് ക്ലാസ് ആണ്. 214 ടെസ്റ്റ് സീരീസുകൾ അവൈലബിൾ ആണ്. 559 ഇ ബുക്കുകൾ അവൈലബിൾ ആണ്. ഓക്കെ, താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇന്ററാക്റ്റീവ് ലൈവ് ക്ലാസ്സസ് ആണ്. കൂടെ നമുക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് എന്തെടുക്കാം, റെക്കോർഡ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി കുറച്ചും കൂടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്, ആരൊക്കെയാണ് പഠിപ്പിക്കുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കിതിനകത്ത് അറിയാൻ സാധിക്കും. ഇനി ഇത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്? ഇതിന്റെ റിയൽ പ്രൈസ് വന്നിട്ട് 1564 രൂപയാണ്. ബൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കൂപ്പൺ കോഡ് കൊടുക്കുക, Y340 കൊടുക്കുക. Y340 കൊടുക്കുമ്പോൾ 1298 രൂപയ്ക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, 2 വർഷത്തേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം കൂടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ 2 years ആയിക്കോട്ടെ, നിങ്ങൾക്ക് 1298 രൂപയ്ക്കാണ് ഈ ഒരു കോഴ്സ് ലഭിക്കുന്നത്. എല്ലാം കിട്ടും. GA കിട്ടും, അതുപോലെ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പ്രിലിംസിന്റെ ഫൗണ്ടേഷൻ കോഴ്സാണ്. അപ്പം ഇംഗ്ലീഷ് കിട്ടും, മാത്സ് കിട്ടും, റീസണിങ് കിട്ടും. ആ പ്രിലിംസിന് വരുന്ന എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ഇതിനകത്ത് പ്രാക്ടീസ് സെഷൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും. കൂടെ ഈ ബുക്സും ടെസ്റ്റ് സീരീസുകളും, എത്രയോ ടെസ്റ്റ് സീരീസുകൾ കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ടെസ്റ്റ് സീരീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പർച്ചേസ് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഇത് മാത്രമല്ല, നമുക്കിപ്പോൾ വരുമ്പം ഇപ്പം നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് മാത്രമാണ് ആവശ്യം ഉള്ളത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ബുക്സ് മാത്രമല്ല ടെസ്റ്റ് സീരീസ് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലിങ്ക് കൊടുത്തിട്ട് ഇവിടെ ടെസ്റ്റ് സീരീസിൽ വ്യൂ ഓൾ കൊടുക്കുക. ഇതിലിതാ ബാങ്കിന്റെ പ്രൈം ടെസ്റ്റ് സീരീസ് ഉണ്ട്, 559 രൂപയ്ക്കുണ്ട്. അതുപോലെ ബാങ്കിന്റെ ഒരുപാട് ടെസ്റ്റ് സീരീസ്, ബാങ്ക് ഫൗണ്ടേഷന്റെ ഇത് 280 രൂപയ്ക്കാണ്. ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. അങ്ങനെ നമുക്കൊന്ന് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ള വെച്ചാൽ അത് നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് കൂപ്പൺ കോഡായ ഇപ്പോൾ ലൈവ് ബാച്ച് ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ Y340 കൊടുക്കുക. ടെസ്റ്റ് സീരീസുകളോ ഇ ബുക്കുകളോ ഒക്കെയാണ് സെപ്പറേറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ Y340S കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടോട് കൂടി, അതായത് നമ്മൾ ഉണ്ടാവും, കൂടെ ഉണ്ടാവും, നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക, സപ്പോർട്ടോട് കൂടി നിങ്ങൾ പഠിക്കാൻ വേണ്ടി ആരംഭിച്ചോളൂ. ഇനി വെറും 2 മാസമേ ഉള്ളൂ. നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഗോളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എന്തൊക്കെയാണ് പഠിക്കേണ്ടതും എങ്ങനെയൊക്കെയാണെന്നുള്ള വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു, ബൈ.